6ാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ലിസാനുൽ ഖുർആൻ. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 5, 6, 7 എന്നീ 3 പാഠങ്ങളുടെ റിവിഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റു 2 വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രയാസമുള്ള ഭാഗങ്ങൾ, വാക്കുകളിലുള്ള വൈരുദ്ധ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എല്ലാം കൃത്യമായി എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ വിവരിക്കുന്ന വളരെ യൂസ്ഫുള്ളായ ഉപകാരപ്രദമായ വീഡിയോ ആണ്. മുഴുവൻ തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലിസാനുൽ ഖുർആൻ അദ്ദറസു സാദിസ് പാഠം 6. ഇഖ്റ ബിസ്മി റബ്ബിക, താങ്കളുടെ റബ്ബിൻ്റെ നാമം കൊണ്ട് നീ വായിക്ക്. വായിക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് കൽപ്പനയാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്ലിസു വഹീദൻ ഫി ഓർ ഹിറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറാ ഗുഹയിൽ ഏകനായി ഇരിക്കുകയായിരുന്നു. വദാലിക ഖബല നുബുവ, അത് നുബുവത്തിൻ്റെ മുമ്പായിരുന്നു. ഫഹീനയിദിൻ ലഹറൽ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അമാമഹു, ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഫഖാല ഇഖ്റ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു വായിക്കുക, കൽപ്പനയാണ്. അജാബൻ നബിയോ മാ അനബി ഖാരിഹിൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടിയായി പറഞ്ഞു, ഞാൻ വായിക്കാൻ അറിയുന്നവനല്ല. ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം ഐളൻ ഇഖ്റ, വായിക്ക്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും പറഞ്ഞു വായിക്കുക. ഫഅജാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ നബി ഖാരിൻ, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ വായിക്കാൻ അറിയുന്നവനല്ല. ഫഅമറ ജിബ്രീൽ അലൈഹിസ്സലാം സാലിസൻ ഇഖ്റ, അപ്പോൾ മൂന്നാമതും ജിബ്രീൽ അലൈഹിസ്സലാം കൽപ്പിച്ചു വായിക്കുക. വഖററ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജവാബൽ അവ്വല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യത്തെ മറുപടി ആവർത്തിക്കുകയും ചെയ്തു. ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സൃഷ്ടിച്ച താങ്കളുടെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലക്, രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. ഇഖ്റ, താങ്കൾ വായിക്കുക. വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ച താങ്കളുടെ നാഥൻ അത്യുദാര്യനത്ര. അല്ലമൽ ഇൻസാന മാ ലം യഅലം, തനിക്ക് അറിവില്ലാത്തത് മനുഷ്യനെ അവൻ പഠിപ്പിച്ചു. വ ആദിഹിൽ ആയാത്തു, അവ്വലു ആയാത്തിൽ ഖുർആനി ഷരീഫില്ലത്തി നസലത്ത് ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചതായ ഖുർആനിലെ വചനങ്ങൾ, ഖുർആനിലെ ആദ്യ വചനങ്ങളാണ്. കലിമത്തു ഇഖ്റ ഫി ആദിഹിൽ ഫിക്റത്തി തദുല്ലു അല അംരിൻ, ഈ ഖണ്ഡികയിലെ ഇഖ്റ എന്ന വാക്ക് കൽപ്പനയെ സൂചിപ്പിക്കുന്നു. കാരണം ഓത് എന്നാണല്ലോ പറയുന്നത്, അപ്പോൾ കൽപ്പിക്കല്ലേ. ഇനി അൽ അംറു നൗആനി, കൽപ്പന ക്രിയകൾ 2 വിഭാഗമാണ്. അപ്പോൾ കൽപ്പന എന്നുള്ളതൊരു പെട്ടിയിൽ എഴുതി വലത്ത് ഭാഗത്തേക്ക് ഒരു ആരോ മാർക്കും ഇടത്ത് ഭാഗത്തേക്ക് ഒരു ആരോ മാർക്കും കൊടുക്കുക. അപ്പോൾ കൽപ്പന 2 ഇനമാണെന്ന് കിട്ടി. ഇനി ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തും, അൽ അംറുൽ ഹാളിറു, അംറ് ഹാളിർ എന്ന് എഴുതും. ഇനി മറ്റൊരു ഭാഗത്തോ അംറ് ഓയിബ് എന്ന് എഴുതും. അപ്പോൾ അംറ് എന്നുള്ള പെട്ടി അതിൻ്റെ നേരെ അപ്പുറപ്പുറം അംറ് ഓയിബ്, അംറ് ഹാളിർ, ഇതാണ് അംറ് ഹാളിറിൻ്റെ അംറിൻ്റെ 2 ഇനങ്ങൾ. അപ്പോൾ ഇനി അംറ് ഹാളിർ എന്താണ്? സാന്നിധ്യത്തിൽ ഉള്ളവരോട് ആജ്ഞാപിക്കുന്ന വിധി രൂപം. അപ്പോൾ സ്ഥലത്തുള്ള ആൾക്കാരോട് നമ്മൾ കൽപ്പിക്കും, നീ ചെയ്യേ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേ, നിങ്ങൾ 2 പേരും ചെയ്യേ എന്നൊക്കെ പറയില്ലേ, അത്. ഇനി അസാന്നിധ്യത്തിൽ ഉള്ളവരോട് നമ്മൾ ആജ്ഞാപിക്കുന്ന വിധിരൂപമാണ് അംറ് ഓയിബ് എന്ന് പറഞ്ഞാൽ തന്നെ സ്ഥലത്തില്ലാത്തതല്ലേ. അപ്പോൾ സ്ഥലത്തില്ലാത്ത ആൾക്ക് അവൻ ചെയ്യണം, അവർ ചെയ്യട്ടെ എന്നൊക്കെ പറയില്ലേ, ആ കൽപ്പനയെ ഒക്കെ
അംറു ഓയിബിലാണ് വരിക. ഇനി അൽ അംറുൽ ഹാദിറു, ഈ അംറ് ഹാദിർ ഉണ്ടല്ലോ, സാന്നിധ്യത്തിലുള്ളവരോടുള്ള വിധിരൂപം, യുക്കവനു മിനൽ മുലാരിയിൽ ഹാദിർ, ഇത് ഏതിൽ നിന്നാണ് ഉണ്ടാവുക? മുലാരിയിൽ ഹാദിറിൽ നിന്നാണ് ഉണ്ടാവുക. അപ്പോൾ മുലാരിയിൽ ഹാദിർ എടുക്കണം ഏത് ഉണ്ടാവണമെങ്കിൽ തന്നെ, അംറ് ഹാദിർ ഉണ്ടാവണമെങ്കിൽ തന്നെ. അംറ് ഹാദിറിൻ്റെ അടിസ്ഥാനം മുലാരി ഹാദിറാണ്. മുലാരി ഹാദിർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുലാരി സർഫാക്കാൻ നമുക്കൊക്കെ അറിയാം. എഫലു എഫലാനി എഫ് അലൂന, ആദ്യത്തേത് സ്ഥലത്തില്ലാത്ത ആണുങ്ങൾക്കുള്ള ലൈനാണ്. പിന്നെ തഫലു തഫലാനി എഫ് അല്ല, രണ്ടാമത്തെ 3 സ്ഥലത്തില്ലാത്ത പെണ്ണുങ്ങൾക്കാണ്. പിന്നെ വരുന്ന ആ 2 ലൈന് തഫലു തഫലാനി തഫലൂന, തഫ് അലീന തഫ് തഫലന, ഇതാണ് മുലാരി ഹാദിർ. അപ്പോൾ ഇതിൽ നിന്നാണ് അംറ് ഹാദിർ ഉണ്ടാവുക. അപ്പോൾ സർഫാക്കുന്നത് കൃത്യമായി അറിയണം, എങ്കിലേ അംറ് ഹാദിറിൻ്റെ വിശദീകരണം നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയൂ. അല്ലാത്തവർ അതൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക, എന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പെട്ടി നോക്കി മനസ്സിലാക്കുകയാണെങ്കിൽ വേഗത്തിൽ മനസ്സിലാവും. കാരണം നമുക്ക് അടുത്ത പാഠത്തിലേക്ക് ഓയിബും ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ 3 സ്ഥലത്തില്ലാത്ത ആണുങ്ങൾക്ക്, പിന്നെ പറഞ്ഞ 3 സ്ഥലത്തില്ലാത്ത പെണ്ണുങ്ങൾക്ക്, അതിനുശേഷം വരുന്ന 3 സ്ഥലത്തുള്ള ആണുങ്ങൾക്ക്. അതാണ് അംറ് ഹാദിർ ഉണ്ടാകുന്നത്, അതിൽ നിന്നാണ്. ഇനി നമുക്കതന്നെ വായിച്ചു നോക്കാം. യുക്കവ്വനു മിനൽ മുലാരിയിൽ ഹാദിർ, മുലാരി ഹാദിറിൽ നിന്നാണ് അംറ് ഹാദിർ ഉണ്ടാവുക. എങ്ങനെയാണ്? ബിഹദഫി ഹറഫിൽ മുലാറായത്തി, മുലാറായത്തിൻ്റെ അക്ഷരം കളയണം. മുലാറായത്തിൻ്റെ അക്ഷരം നമുക്കറിയാം അതൈനയാണ്. മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ വരുന്ന അക്ഷരമാണ് മുലാറായത്തിൻ്റെ അക്ഷരം. ആ തൈന, ഇതിൽ ഏതെങ്കിലും ഒന്ന് മുലാരീൻ്റെ തുടക്കത്തിലുണ്ടാവും. അമ്രാക്കുമ്പോൾ ആ അക്ഷരത്തെ നമ്മൾ കളയണം. മുലാറായത്തിൻ്റെ മുസ്തഖ്ബിലിൻ്റെ അക്ഷരത്തെ നമ്മൾ കളയണം. എന്നിട്ട് സുക്കൂനിൽ ആഖിർ, അവസാനത്തിന് നമ്മൾ സുക്കൂൻ ചെയ്യും വേണം. അവസാനത്തിന് നമ്മൾ സുക്കൂൻ ചെയ്യണം. അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ അർഫിന് സുക്കൂൻ ചെയ്യുകയും മുലാറയത്തിൻ്റെ അക്ഷരത്തെ കളയുകയും ചെയ്യൽ കൊണ്ട് മുലാരി ഹാദിറിൽ നിന്ന് അംറ് ഹാദിർ ഉണ്ടാകുന്നു. അപ്പം തന്നെ അംറ് ഹാദിറായി. ഹദ ഇദാ കാന മാ ബാദ ഹറഫിൽ മുലാറഅത്തി മുതഹരിക്കൻ. അപ്പോൾ ഇത് അപ്പം തന്നെ അംറ് ആയി. പക്ഷെ അംറ് ആവണമെങ്കിൽ ഇത് ഈ പറഞ്ഞ മുലാറയത്തിൻ്റെ അക്ഷരത്തിന് ശേഷമുള്ള അക്ഷരം ഉണ്ടല്ലോ. അപ്പോൾ എഫ് എലു ആണെങ്കിൽ യാക്ക് ശേഷം ഫു അല്ലേ, അവിടെ ഫു എന്നുള്ളതിന് സുക്കൂനാണ്. അപ്പോൾ അത് പറ്റില്ല. നേരെ മറിച്ചത് ഫതഹാണെങ്കിലോ കെസറാണെങ്കിലോ ലമ്മാണെങ്കിലോ പറ്റിയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ നിബന്ധന ബാധകമാകുന്നത് മുലാറയത്തിൻ്റെ അക്ഷരത്തിന് ശേഷമുള്ള അക്ഷരത്തിന് ഹർക്കത്താവുമ്പോഴാണ്, ഫതഹോ കെസറോ ലമ്മോ ആവുമ്പോഴാണ്. നേരെ മറിച്ച് സുക്കൂനാണെങ്കിൽ പറ്റില്ല. അതാണ് അവിടെ എഴുതിയിരുന്നത്. ഈ രൂപം മുലാറയത്തിൻ്റെ ഹർഫിന് ശേഷമുള്ളത് ഹർക്കത്ത് ഉള്ളത് ആയാൽ മാത്രമാണ്. അതിൻ്റെ ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. മസലൻ ഉദാഹരണം വലഅ യലഉ, കണ്ടില്ലേ? വലഅ യലഉ, വലഅ എന്നുള്ളത് മാലിയാണ്, അതിൻ്റെ മുലാരിയാണ് യലഉ. മുലാരി ഓയിബാണ്, കാരണം യാ ആണല്ലോ. ഇനി നമ്മൾ അതിൻ്റെ ഹാദിർ എടുക്കുന്നു, തലവു എടുക്കുന്നു. ആ തലവു എന്നാണ് അംറിനെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ തലവുവിനെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? ആദ്യം മുലാറത്തിൻ്റെ അക്ഷരമായ തായിനങ്ങ് കളയുക, പിന്നെ അവസാനത്തിന് സുക്കൂൻ ചെയ്യുക. അപ്പോൾ ലഅ്. അപ്പോൾ തലവു എന്നുള്ളതിൻ്റെ അംറ് എന്താണ്? ലഅ് എന്നാണ്. അംറ് ഹാദിറാണ്. മറ്റൊരു ഉദാഹരണം വസന യസിനു തെസിനു സിൻ. വസന എന്താണ്? മാലിയാണ്. യസിനു എന്താണ്? മുലാരിയാണ്. മുലാരി ഓയിബാണ്. ഇനി അതിനെ നമ്മൾ ഹാദിറാക്കണം, തെസിനു. അപ്പോൾ യാ എന്നുള്ളത് മാറി താ വന്നാൽ ഹാദിറായി തെസിനു. അതിൻ്റെ അംറ് എന്താണ്? സിൻ. വളരെ എളുപ്പമുള്ളതാണ്. ഇനി വൈദാക്കാന മാബാദ ഹറഫിൽ മുലാറയത്തി സാക്കിന്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മുലാറയത്തിൻ്റെ അക്ഷരത്തിനെ കളഞ്ഞതിന് ശേഷമുള്ളതിനിക്ക് ഹർക്കത്താവുമ്പോഴാണെന്ന് പറഞ്ഞു ഈ നിബന്ധന. ഇനി സുക്കൂനാണെങ്കിലോ ഹർക്കത്ത് 3 ഉണ്ട്, ഫത്തഹ് കസ്ർ ലമ്മുണ്ട്, പിന്നുള്ളത് ഏതാണ്? സുക്കൂനാണ്. അപ്പോൾ സുക്കൂനാണെങ്കിൽ ഫാദിഹിൽ ഹംസത്ത മക്സൂറത്ത മക്കാന ഹറഫിൽ മുലാറയത്തി. അങ്ങനെ ആവുമ്പോൾ മുലാറയത്തിൻ്റെ അക്ഷരത്തിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു വസിലിൻ്റെ അംസയെ കൊടുക്കുക, കെസിറുള്ള വസിലിൻ്റെ അംസയെ. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. മുലാറയത്തിൻ്റെ ഹറഫിന് ശേഷമുള്ള സുക്കൂന് ശേഷമുള്ളത് സുക്കൂനായാൽ മുലാറയത്തിൻ്റെ ഹറഫിൻ്റെ സ്ഥാനത്ത് കെസ്റായ ഒരു ഹംസയെ പ്രവേശിപ്പിക്കണം. ഹാദ ഇദാ കാന മാ കബലിൽ ആഖിരി മഫ്തൂഹൻ ഔ മക്സൂറൻ. ഇങ്ങനെ കെസ്റുള്ളത് ഹംസയെ കൊടുക്കുന്നത് എപ്പോഴാണ്? അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിനിക്ക് ഫതഹോ കെസ്റോ ആണെങ്കിലാണ്. അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന്
ഫത്തഹോ കെസ്റോ ആണ് എങ്കിലാണ്. ഇപ്പോൾ എഫ് അലു എന്നുള്ളതാണെങ്കിലോ എഫ് ആ ലു, ലു ആണ് അവസാനത്തെ അക്ഷരം, അതിന് മുമ്പുള്ളതിന് ആ ആണ്, ആ ആകിന് ഫത്ത ആണല്ലോ, അപ്പോൾ അത് പറ്റും. പിന്നെ കെസ്റാണെങ്കിലും പറ്റും, ലമ്മാണെങ്കിൽ പറ്റില്ല. ലമ്മാണെങ്കിൽ തുടക്കത്തിൽ ഇതിൻ്റെ മുളാറയത്തിൻ്റെ കളഞ്ഞ അക്ഷരത്തിന് പകരം കെസറുള്ള ഹംസയെ കൊടുക്കാൻ പറ്റില്ല. ലമ്മാണെങ്കിൽ അവസാനത്ത് മുമ്പുള്ള അക്ഷരത്തിന് ലമ്മാണെങ്കിൽ ലമ്മുള്ള ഹംസയെ തന്നെ കൊടുക്കണം. ഉദാഹരണം നോക്കിയാൽ പറഞ്ഞാൽ മനസ്സിലാവും. തഫ്തഹു ഇഫ്തഹ്, കണ്ടില്ലേ, തഫ്തഹു. അപ്പോൾ താന് കളയുന്നു, പകരം നമ്മൾ ഈ കൊടുക്കുന്നു, കാരണം സുക്കൂനാണല്ലോ. പിന്നെ താ എന്നുള്ള അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ള താ ആണ്, താവിന് ഫത്ത ആണ്, അതുകൊണ്ട് കെസറുള്ള കൊടുക്കുന്നു. ഇനി തക്സിറു ഇക്സിർ, തക്സിറു എന്നുള്ളതിൽ തായിനെ കളഞ്ഞ് നമ്മൾ കെസറുള്ള വസലിൻ ഹംസയെ കൊടുത്തു, കാരണം ക്ക് എന്നുള്ളതാണ്, സുക്കൂനാണ് അതിൻ്റെ ശേഷമുള്ളതിന് ക്ക്. പിന്നെ സി ആണ്, എന്നുള്ളതിന് മുമ്പുള്ളത് അവസാനത്ത് മുമ്പുള്ളത് സി ആണ്. ഫത്തഹോ കെസറോ ആണെങ്കിൽ നമ്മൾ കെസറുള്ള ഹംസയെ കൊടുക്കണം എന്നല്ല പറഞ്ഞു. ഇക്സിർ, തെൽ അബു ഇൽ അബു, തസ് അലു ഇസ് അൽ, തക്നിസു ഇക്നിസ്, തഫ്രഹു ഇഫ്രഹ്. വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇദാ മാ കാബിലുൽ ആഖിരി മൽമൂമൻ, അവസാനത്തിന് മുമ്പുള്ളത് ലമ്മാണെങ്കിൽ ഫാദിഖിൽ ഹംസത്ത മൽമൂമത്തൻ മക്കാന ഹറഫിൽ മുലാറാത്തി, മുലാറായത്തിൻ്റെ അക്ഷരത്തിൻ്റെ സ്ഥാനത്ത് ലമ്മുള്ള ഹംസയെ കൊടുക്കുക. അതിൻ്റെ ഉദാഹരണം നോക്കൂ. തെക്കുത്തുൽ ഉക്കുത്തുൽ, കണ്ടില്ലേ, തെക്കുത്തുൽ എന്നുള്ളതിൻ്റെ ലാമിന് മുമ്പുള്ള അവസാനത്തെ മുമ്പുള്ള തായിനിക്ക് ലമ്മാണ്, അതുകൊണ്ട് നമ്മൾ വസലിൻ്റെ ഹംസക്ക് ലമ്മ കൊടുക്കണം. ഉക്കുത്തുൽ. തെദുറുസ് ഉദുറുസ്, തൻലുർ ഉൻലുർ, തഹുദും ഉഹുദും. ഇനി വൈദാക്കാന ഐനുൽ മുലാരി ഹർഫ ഇല്ലത്തിൻ, ഇനി മുലാരി ആയ ഫീലിൻ്റെ ഐൻ ഫീല് ഏതാണെങ്കിൽ ഇല്ലത്തിൻ്റെ ഹറഫാണെങ്കിൽ ഫതുഹ്ദഫ്, അങ്ങനെയാകുമ്പോൾ മുലാരിയായ ഐൻ ഫീലിൻ്റെ സ്ഥാനത്ത് ഇല്ലത്തിൻ്റെ അറഫ് എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യാ വന്നാൽ അപ്പോൾ അത് ഒഴിവാക്കപ്പെടും. ബ എന്നുള്ളത് മാലിയാണ്, യബിഉ അതിൻ്റെ മുലാരിയാണ്, ആ മുലാരിൻ്റെ ഓയ്ബാണ് യബിയു, അതിൻ്റെ ഹാലിറാണ് തെബിയു. ആ തെബിയുവിൽ നിന്നാണ് അമ്രിനെ എടുക്കേണ്ടത്. ബിയ എന്നാണ് അമ്ര വരുന്നത്. കാരണം എന്താണ്, മുലാറയത്തിൻ്റെ അക്ഷരത്തിനെ കളഞ്ഞു, ശേഷമുള്ള തെബിയു മുലാറയത്തിൻ്റെ അക്ഷരമാണ്, അതിന് ശേഷം വരുന്നത് ഫാഫീലാണ്, അതിന് ശേഷം വരുന്നത് ഐൻഫീലാണ്, അതിന് ശേഷം വരുന്നത് ലാംഫീലാണ്. ഫ ആല അങ്ങനെ ഓർത്താൽ മതി. ഫാഫീൽ ഫ ആല. എഫ് അലു എന്ന് പറയുമ്പോൾ ഫ് ആലു, ആ ഫ് എന്നുള്ളത് ഫാഫീലും ആ എന്നുള്ളത് ഐൻഫീലും ലു എന്നുള്ളത് ലാംഫീലുമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഐൻഫീൽ യാ ആണ്, ബി എന്നുള്ള നീട്ടാനുള്ളതാണ്, അപ്പോൾ ബി എന്നാവും അമ്ര. സാറ യസീറു തസീറു, സാറ മാലിയാണ്, യസീറു പിന്നെ മുലാരിഹ് ഓയിബാണ്, തസീറു മുലാരിഹ് ഹാലിറാണ്. അവിടെ കണ്ടില്ല ഐൻഫീൽ യാ ആണ്, അപ്പോൾ സിർ എന്നായി. നാമ യനാമു തനാമു നം, നാല യനാലു തനാലു നൽ. ഇങ്ങനെയാണ് ഈ വിഷയം വരുന്നത്. ഇനി വൈദാക്കാനൽ ഹറഫു ആഹ്റു ഫിൽ മുലാരി ഹറഫ ഇല്ലത്തിൻ ഫതുഹദഫു, ഇനി മുലാരിൻ്റെ അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമാണെങ്കിലോ, മുലാരിയുടെ അവസാനത്തെ ഹറഫ് ഇല്ലത്തിൻ്റെ ഹറഫ് ആയാൽ അതിന് കളയപ്പെടും. ഇപ്പം നോക്കൂ, നെഹ യൻഹ ഇൻഹ. ഇപ്പം നെഹ എന്നുള്ളത് മാലിയാണ്, യൻഹ അതിൻ്റെ എന്താണ് മുലാരിയാണ്. അപ്പോൾ അതിൻ്റെ അവസാനത്തിൽ നിങ്ങൾ കണ്ടില്ലേ അലിഫാണ് വന്നിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ അമ്ര എങ്ങനെ വരിക, ഇൻഹ എന്നാ വരിക. ഇനി കല മാലിയാണ്, എക്ലി അതിൻ്റെ മുലാരിയാണ്, ആ മുലാരിൻ്റെ അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് ആ അക്ഷരത്തിനെ കളഞ്ഞു, ഇക്ലി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ദഅ യദുഉ ഉദുഉ, കണ്ട യദുഉവിൻ്റെ അവസാനത്തിൽ വാവുണ്ട്, ഇല്ലത്തിൻ്റെ അക്ഷരമാണ്, അതിനെ കളഞ്ഞു ഉദുഉ എന്നാക്കി. റമ ഇർമി ഇർമി, കണ്ടില്ല ഇർമി എന്നുള്ള ആ യാ പോയി. വലാ യലി ലി എന്ന് മാത്രമായി. വക്കാ യഖീ ഖീ എന്ന് മാത്രമായി. അപ്പോൾ യഖീ എന്നുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരം യാ ആണ്, അതില്ലത്തിൻ്റെ അക്ഷരമാണ്, അതിനോടൊപ്പം മുലാറത്തിൻ്റെ അക്ഷരത്തിന് അതിനെയും കളഞ്ഞു. അപ്പോൾ അവസാനം വാക്കിൻ്റെ കീ എന്നുള്ളതാണ്. എലി എന്നുള്ളതിൽ മുസ്തഖ്ബലിൻ്റെ അക്ഷരം മുലാരീൻ്റെ അക്ഷരത്തിനെയും കളഞ്ഞു, പിന്നെ ഇല്ലത്തിൻ്റെ അക്ഷരമാണ് അവസാനം വന്ന് അതിനെയും കളഞ്ഞു. ഇനിക്കുള്ള എളുപ്പമാണ്. മിൻ അക്വാൽ നബി, പ്രവാചക വചനങ്ങളിൽ നിന്ന്. ഉൻസുർ അഹാക്ക, നിൻ്റെ സഹോദരനെ നീ സഹായിക്കുക. ഇർഹമു മംഫിൽ അർള്, അതൊക്കെ അമ്രുകളാണ്. ഭൂമിയിലുള്ളവരോട് നിങ്ങളെല്ലാം കരുണ കാണിക്കുക. മുറു ഔലാദക്കും ബിസ്വലാത്തി, നിങ്ങളുടെ സന്താനങ്ങളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക.
കുലിൽ ഹക്ക വൈങ്കാനമുറൻ, കയ്പുള്ളതാണെങ്കിലും സത്യമേ നീ പറയാവൂ. ഇനി മിനൽ ഖുർആനിൽ കരീം വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഖുർആനിൽ വന്ന അംറിൻ്റെ ഉദാഹരണമാണ്. രക്ഷിതാവേ, അവർ ഇരുവരും ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയ പോലെ ഇവർക്ക് രണ്ടുപേർക്കും നീ കരുണ ചൊരിയണേ എന്ന് പറയുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് മാതാപിതാക്കൾക്കുള്ള ദുആ, പ്രത്യേകം ഓർത്തു വെക്കുക. ഉദു ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മ, യുക്തിയോടെ താങ്കളുടെ നാഥൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുക. അത് കൽപ്പനയാണല്ലോ. ഫഇദാ ഫറഅത ഫൻസബ് വൈലാ റബ്ബിക ഫർഅബ്, അതുകൊണ്ട് പ്രബോധന പ്രവൃത്തികളിൽ നിന്ന് ഒഴിവായാൽ താങ്കൾ ആരാധനയിൽ നിരതയാവുകയും നാഥനോട് തന്നെ അഭിനിവേശം പുലർത്തുകയും ചെയ്യുക. ഇനി നുക്കമ്മിലു ബിൽ അമ്രിൽ ഹാലറിൽ മുനാസിബ്, യോജിച്ച അമ്ര ഹാലറുകൾ വെച്ച് കൊടുക്കാനാണ്. കത്തബ യക്തുബു, എന്താ വരിക? ഉക്തുബ്, നീ എഴുതുക. സഅല യസ് അലു, ഇസ് അൽ, നീ ചോദിക്കുക. സാറ യസൂറു സുർ, നീ സന്ദർശിക്കുക. സാറ യസീറു സിർ, നീ സഞ്ചരിക്കുക അഥവാ സഞ്ചരിക്ക്. ഫറഹ യഫ്രഹു ഇഫ്രഹ്, നീ സന്തോഷിക്ക് അല്ലെങ്കിൽ സന്തോഷിക്കുക. ഷരിബ യഷ്റബു ഇഷ്റബ്, നീ കുടിക്ക് അല്ലെങ്കിൽ കുടിക്കുക. നഖ്താർ സ്വഹീഹ മിനൽ ആത്തിയ, താഴെ എന്നുള്ളതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. സോന യസൂനു, സുന്നാണ് ശരിയായത്. ബാല യബൂലു ബുൽ, സോറ യസീറു സിർ, അമറ യഉമുറു മുർ, കഫ യക്ഫി ഇക്ഫി. അപ്പോൾ അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഇനി ഉക്തുബുൽ അമ്രുൽ ഹാലർ അലിൽ അഫ്ആലിൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾക്ക് അമ്ര ഹാലർ വെക്കാനാണ്. യദ്രിബു യദ്രിബ്, യത്റുദു ഉത്റുദ്, യൻസുറു യൻലുറു ഉൻലുർ, യക്ലി ഇക്ലി, യനൂമു ഇൻമി, യഫ്സിലു ഇഫ്സൽ. ഇനി ഉസരിഫു സർഫാക്കാനാണ്. ഉത്തുറുക്ക് ഉത്തുറുക്ക ഉത്തുറുക്കു, ഉത്തുറുക്കി ഉത്തുറുക്ക ഉത്തുറുക്കിന. ഉത്തുറുക്ക് എന്ന് പറഞ്ഞാൽ നീ ഒഴിവാക്ക്, ആണിനോട്. നിങ്ങൾ രണ്ടാണുങ്ങൾ ഒഴിവാക്ക്, നിങ്ങൾ കുറേ ആണുങ്ങൾ ഒഴിവാക്ക്. നീ ഒരു പെണ്ണ് ഒഴിവാക്ക്, ഉപേക്ഷിക്ക്. നീ രണ്ട് പെണ്ണുങ്ങൾ ഉപേക്ഷിക്ക്. നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ ഉപേക്ഷിക്ക്. കുൽ, നീ തിന്ന്. കുല, നിങ്ങൾ രണ്ട് ആണുങ്ങൾ. കുലു, നിങ്ങൾ ഒരുപാട് ആണുങ്ങൾ. കുലി കുല കുൽന. അപ്പോൾ കുൽ കുല കുലു, കുലി കുല കുൽന. ഇർഫ ഇർഫ ഇർഫു, ഇർഫഇ ഇർഫ ഇർഫഇന. യഖ്ഫിൽ യഖ്ഫില യഖ്ഫിലു, യഖ്ഫിലി യഖ്ഫില യഖ്ഫിൽന. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, സർഫാഹി പഠിക്കുക.